ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ഹഫിലെ ചിഹ്നങ്ങൾ ഭാഗം 23. മുസ്ഹഫിൽ ധാരാളമായി കാണുന്ന ഈ ചിഹ്നങ്ങൾ തൻവീനിനെ സൂചിപ്പിക്കുന്നു. ചേർത്തോതുന്ന അവസരത്തിൽ പദങ്ങളുടെ അന്ത്യത്തിൽ ഫത്ഹഹ്, കസ്റഹ്, ളമ്മഹ് എന്നീ സ്വരശബ്ദങ്ങളോടൊപ്പം സുകൂനുള്ള നൂൻ കൂടി ഉച്ചരിക്കുന്ന സ്വരങ്ങളെയാണ് തൻവീൻ എന്നു പറയുന്നത്. ഉദാഹരണം: അസീസുൻ ഹകീം, അദാബിൻ ശദീദ്, ഹബ്ബൻ വനബാത. ഉച്ചാരണത്തിൽ പദത്തിന്റെ അവസാനം സുക്കൂനുള്ള നൂനായതിനാൽ സുക്കൂനുള്ള നൂനുകളിൽ തുടർന്നുവരുന്ന അക്ഷരങ്ങൾക്കനുസൃതമായി കടന്നുവരുന്ന ഇദ്ഹാർ, ഇദ്ഗാം, ഇഖ്ഫാ, ഇഖ്ലാബ് എന്നീ നിയമങ്ങളെല്ലാം ഇതോടൊപ്പവും വരും. തൻവീനിന് ശേഷം തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഹംസ്, ഹ, ഐൻ, ഹ, ഗൈൻ, ഖാ എന്നീ അക്ഷരങ്ങൾ വരുന്നത് കാരണം മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കുന്ന ഇദ്ഹാറിൻ്റെ അവസരത്തിൽ ഫത്ഹിൻ്റെയും കസ്റിൻ്റെയും തൻവീനുകൾ സ്വരചിഹ്നങ്ങൾ ഒന്നിനു നേരെ മുകളിൽ ഒന്ന് നൽകിയും ളമ്മിൻ്റേത് അല്പം വ്യത്യാസത്തോടെ തമ്മിൽ ചേർത്തുമാണ് എഴുതുന്നത്. അദാബുൻ അലീം, മാഇൻ ഗൈരി ആസിൻ വകുല്ല ശൈഇൻ അഹ്സൈനാഹ്. കൂടുതൽ മണിച്ചുച്ചരിക്കേണ്ട ഇദ്ഗാം, ഇഖ്ഫാ, അതുപോലെ തീരെ മണിക്കാതെ ഉച്ചരിക്കേണ്ട ഇദ്ഗാം ബിലാ ഗുന്ന എന്നിവയുടെ അവസരങ്ങളിൽ ഇവ ഒരു സ്വരചിഹ്നത്തിന് മുകളിൽ മറ്റൊന്ന് അല്പം സ്ഥാനം തെറ്റിച്ചാണ് എഴുതുന്നത്. ഉദാഹരണം: തൗബതൻ നസൂഹ, സമാവാതിൻ തിബാഖാ, റുജൂമൻ ലിശ്ശയാതീൻ വഅജ്റുൻ കബീർ. തൻവീനുമായി ബന്ധപ്പെട്ട മറ്റു രൂപങ്ങളും വിശദാംശങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിൽ.